ഈ ഒരു കഥ നടക്കുന്നത് നൈറോബി കെനിയയിലാണ്. കെനിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നൈറോബി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 4 മില്യണോളാണ് അവിടുത്തെ പോപ്പുലേഷൻ. സാധാരണ ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ ചുറ്റും കാടുകളും മറ്റുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണത്. ആ ഒരു സ്ഥലത്ത് ഒരാൾ ഏകദേശം 42ഓളം സ്ത്രീകളെ വേട്ടയാടിയതാണ് എന്താ പറയുക, ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ്. അതും 2 വർഷം കൊണ്ടാണ് ഇയാൾ 42 സ്ത്രീകളെ കൊലപ്പെടുത്തിയതായിട്ട് പറയപ്പെടുന്നത്. കൊളിൻസ് ജുമൈസി ഖലൂസ എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ഇയാളാണ് 2 വർഷം കൊണ്ട് വളരെ ക്രൂരമായിട്ട് 42ഓളം സ്ത്രീകളെ കൊലപ്പെടുത്തിയതായിട്ട് പറയപ്പെടുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് വളരെ റീസെൻ്റ് ആയിട്ട് നടന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ലോകം മുഴുവൻ സെൻസേഷനായ ആ ഒരു കേസ് എന്താണ്? ഈ ഒരു കേസിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂൺ 26 ആ ഒരു ദിവസമാണ് ജോസഫീൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതാകുന്നത്. പേരൻസ് അതുപോലെ തന്നെ റിലേറ്റീവ്സും ഒക്കെ ആ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ അവർക്കൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവർ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കി, അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് വിളിച്ചു നോക്കി, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി നോക്കി, എന്നിട്ടൊന്നും തന്നെ ഒരു പെൺകുട്ടി എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ക്ലൂവും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് അവർ പോലീസിൻ്റെ അടുത്തോട്ട് പോകുന്നത്. പോലീസിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞു. പോലീസുകാർ കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തിയിട്ട് അന്വേഷിക്കുക, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞവരെ വിടുകയാണ്. അതായത് അവരത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പോലീസിനാണെന്നുണ്ടെങ്കിലും യാതൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കേസ് എവിടെ എത്താതെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ വേറെ ഒരു കാര്യം സംഭവിക്കുകയാണ്. ചില കേസുകളിൽ അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അതായത് ഇതെങ്ങനെ സംഭവിച്ചു, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? അത്തരത്തിലുള്ളൊരു സംഭവം ഈ ഒരു കേസിൽ ഉണ്ടാവുകയാണ്. ജോസഫീൻ്റെ ചേച്ചി ഒരു സ്വപ്നം കാണുകയാണ്. മുക്കുറു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലം ഏരിയയിൽ അവിടെ ഒരു വേസ്റ്റൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഒരു കുപ്പത്തൊട്ടിയുണ്ട്. അത് മുൻപൊരു ക്വാറി ആയിരുന്നു. അതിനുശേഷം ആളുകൾ അവിടെ വേസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ട് അതിപ്പോൾ ഫുള്ള് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ തൻ്റെ സഹോദരിയായിട്ടുള്ള ജോസഫീനെ ആരോ കൊലപ്പെടുത്തിയിട്ട് തള്ളിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ഡ്രീമായിരുന്നു അവർക്കുണ്ടായത്. എന്നാൽ അതൊരു സാധാരണ സ്വപ്നം പോലെ ആയിരുന്നില്ല, എന്തോ ഒരു റിയൽ ആയിട്ടുള്ളൊരു സ്വപ്നം പോലെ ആയിരുന്നു. അതായത് അവിടെ ഓൾറെഡി ഉണ്ട് എന്ന് അവർ അത്രത്തോളം വിശ്വസിക്കുന്ന തരത്തിലുള്ളൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഇവർ നേരെ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിട്ട് പറയുകയാണ്. എന്നാൽ പോലീസുകാർ ആ ഒരു സമയത്ത് അത്ര വലിയ കാര്യമാക്കില്ല. ജസ്റ്റ് ഒരു സ്വപ്നം കണ്ടു, അതായത് സിസ്റ്ററിൻ്റെ ബോഡി അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഭ്രാന്ത് പിടിച്ചൊരു കാര്യമാണല്ലോ. എന്നാലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് സെർച്ച് ചെയ്യാൻ തന്നെ പോലീസുകാർ തീരുമാനിക്കുകയാണ്, ഇവരുടെ പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. അങ്ങനെ പോലീസുകാർ ആ ഒരു കുപ്പത്തൊട്ടിയും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർക്കൊരു നൈലോൺ ചാക്ക് കിട്ടി. ആ ഒരു ചാക്ക് തുറന്ന് നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കണ്ടത്. അതൊരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു. അതുപോലെ തന്നെ പീസാക്കിയിട്ടായിരുന്നു ആ ഒരു നൈലോൺ ചാക്കിൽ കെട്ടിയിട്ട് ആ ഒരു കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുണ്ടായത്. ഇത് കണ്ട അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ ഞെട്ടിപ്പോയി, ചുറ്റും കൂടിയിരുന്ന ആളുകൾ ഞെട്ടിപ്പോയി, ഫാമിലി മെമ്പേഴ്സ് വരെ ഞെട്ടിപ്പോവുകയാണ്. എന്നാൽ അത് കഴിഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞു. ആ ഒരു ടൈമിൽ നോക്കുമ്പോൾ ആ സ്ഥലത്ത് വീണ്ടും ഒരു ജനക്കൂട്ടുണ്ടായിരിക്കുകയാണ്. ഓൾറെഡി ജോസഫിൻ്റെ ബോഡി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആളുകൾ കൂടിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോസഫിൻ്റെ ബോഡി കിട്ടിയ സ്ഥലം കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അവരുടെ ഉള്ളിൽ വേറെയും കുറേ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസഫിനെ പോലെ തന്നെ പല ആളുകളും ആ ഒരു സ്ഥലത്ത് നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തങ്ങളുടെ റിലേറ്റീവ്സോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള കാണാതായ ആളുകളെ ആരെങ്കിലും കൊലപ്പെടുത്തി ഇത്തരത്തിലൂടെ ഡംപ് ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ആളുകൾ ആ ഒരു കുപ്പത്തൊട്ടിയിൽ ഇറങ്ങിയിട്ട് തിരയാനായിട്ട് തുടങ്ങിയത്. ചില ആളുകൾ പൈസ വെച്ചിട്ട് ആളുകളെ കൊണ്ട് തിരയിപ്പിച്ചു, ചില ആളുകൾ സ്വന്തമായിട്ട് ഇറങ്ങി തിരഞ്ഞു. എന്നാൽ തിരഞ്ഞു തുടങ്ങിയപ്പോഴാണ് അതിഭീകരമായ പല കാര്യങ്ങളും നടക്കുന്നത്. അവർക്ക് വേറെയും ചാക്കുകൾ കിട്ടി. അതും 1-2 ചാക്കൊന്നുമല്ല, ഏകദേശം 8ഓളം സിമിലർ ആയിട്ടുള്ള ചാക്കുകളാണ് കിട്ടിയത്. ആ 8 ചാക്കിലും ഇതേപോലെ തന്നെ പീസാക്കിയ നിലയിലുള്ള ബോഡികളും മറ്റുമായിരുന്നു. അങ്ങനെ ആ ഒരു നാട് മുഴുവൻ ഇത് ചർച്ചാ വിഷയമാവുകയാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മാറിയിട്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആളുകൾ പ്രശ്നം ഉണ്ടാക്കി. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു, ഇത്ര പേരത്ത് കൊലപാതകങ്ങളും മറ്റുമൊക്കെ നടന്നിട്ടും പോലീസുകാരൊന്നും ചെയ്തില്ല. അതായത് പോലീസിൻ്റെ മേൽ വലിയ രീതിയിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസ് സീരിയസ് ആയിട്ട് അന്വേഷിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ബോഡിയും മറ്റുമൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സി ചെയ്യുകയാണ്. ആ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഈ കൊല്ലപ്പെട്ട 9 പേരിൽ 8 പേരും സ്ത്രീകളായിരുന്നു.
ഇവരുടെ ഏജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രായം 18-നും 30-നും ഇടയിലായിരുന്നു. പിന്നെ വേറൊരു കാര്യം പോലീസുകാർ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോഡി എല്ലാം തന്നെ പീസാക്കിയ രീതി. ഈ ബോഡിയിൽ എന്താ പറയുക, ബ്ലഡൊക്കെ തണുത്തുറയുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം ആയതിന് ശേഷമാണ് ബോഡി പീസാക്കിയിരിക്കുന്നത്. അതും സിമിലർ ആയിട്ടുള്ള വേയിലാണ് എല്ലാ ബോഡിയും പീസാക്കിയിട്ടുള്ളത്. സോ ഇതേതെങ്കിലും ഒരു സീരിയൽ കില്ലറുടെ വർക്കാണോ എന്നുള്ള രീതിയിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണ്. പോലീസുകാരുടെ കയ്യിൽ അകപ്പാടുണ്ടായിരുന്ന ഒരു ക്ലൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസഫിൻ്റെ ഫോൺ നമ്പർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ എടുത്തപ്പോൾ ഒരു കാര്യം പോലീസിൻ്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു നമ്പറിലോട്ട് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരാണ് എന്താണെന്നുള്ളത് ട്രാക്ക് ചെയ്ത് വന്നപ്പോൾ 33 വയസ്സുള്ള നൈറോബിയിൽ തന്നെയുള്ള ഒരു ആളാണ് എന്താ പറയുക ഈ പൈസ റിസീവ് ചെയ്തത് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസുകാർ നേരെ അയാളുടെ വീട്ടിലോട്ട് പോയി. കൊളിൻസ് ജുമൈസി എന്നായിരുന്നു ആളുടെ പേര്. ആളെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആളുടെ കയ്യിൽ നിന്നും, അതായത് ആളുടെ വീട്ടിൽ നിന്നും പല സാധനങ്ങൾ പോലീസുകാർ കണ്ടെടുക്കുകയാണ്. 10ഓളം ഫോണുകൾ, ഒരു ലാപ്ടോപ്പ്, 24 സിം, 6 ID കാർഡ്, പിന്നെ കുറച്ച് റബ്ബർ ഗ്ലൗവും കാര്യങ്ങളൊക്കെ, പിന്നെ ആ ഒരു സീനിൽ നിന്ന് കിട്ടിയിട്ടുള്ള നൈലോൺ ചാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലുള്ള ചാക്കുകൾ, പിന്നെ സെല്ലോ ടേപ്പ്, റബ്ബർ ഗ്ലൗ, അതേപോലെ തന്നെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ, പിന്നെ വലിയൊരു എന്താ പറയുക വലിയ കത്തി, ഇതൊക്കെ മുറിക്കാനായിട്ട് യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു കത്തി, അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ആളുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോലീസുകാർ കണ്ടെത്തുകയാണ്. പോലീസുകാരങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു. നീയല്ലേ ജോസഫിനെ കൊലപ്പെടുത്തിയത്, നീ തന്നെയല്ലേ ബാക്കിയുള്ള 8 പേരെയും കൊലപ്പെടുത്തിയത്, എന്തിനാണ് ഇത് ചെയ്തത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എൻക്വയറി ചെയ്യാണ്ടോ. ആദ്യ ടൈമിൽ അയാൾ സൈലൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിനുശേഷം അയാൾ സംസാരിച്ചതായിട്ട് പറയപ്പെടുന്നു. അതായത് ഇയാൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 പേരെയല്ല 42 പേരെയാണ് ഞാൻ കൊലപ്പെടുത്തിയതെന്നാണ്. യെസ്, സീരിയൽ കില്ലേഴ്സ് ആകുമ്പോൾ അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അയാളങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. 42 പേരെ ആൾ കൊലപ്പെടുത്തിയതായിട്ട് പറയുകയാണ്. ആദ്യത്തെ കൊലപാതകം 2022 നടക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ഖലന്യ എന്ന് പറയുന്ന ആളുടെ വൈഫിനെ ആയിരുന്നു ആൾ ആദ്യമായിട്ട് കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അതായത് ആൾ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇതിൻ്റെ പേരിൽ വൈഫുമായിട്ട് സ്ഥിരമായിട്ട് അടി ഉണ്ടാവുകയാണ്. അങ്ങനെ അടിണ്ടായി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ളൊരു വഴക്കുണ്ടാവുകയാണ്. ആ സമയത്ത് കൊളിൻസ് ഈ ഖലന്യയുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. അവസാനം ആ ഒരു പിടുത്തത്തിൽ ശ്വാസം മുട്ടി അവർ മരിച്ചുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾ ആലോചിക്കുകയാണ്. ആൾക്കാണെന്നുണ്ടെങ്കിൽ പിടികൊടുക്കാൻ തീരെ താല്പര്യമില്ല. കയ്യിൽ നിന്ന് ഇതേപോലെ തന്നെ ഒരു അബദ്ധം സംഭവിച്ചു പോയി, എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആൾ ചിന്തിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ മാറിയിട്ടാണ് ആ ഒരു കുപ്പത്തൊട്ടി ഉള്ളത്. അവിടെ കൊണ്ടുപോയി ഒരു ബോഡി ഡംപ് ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ ബോഡി ആൾ പീസാക്കി നൈലോൺ കവറിലാക്കി ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്തു. എന്നിട്ട് ആൾ വെയിറ്റ് ചെയ്തു. അതായത് പോലീസ് തന്നെ പിടിക്കുമല്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് എന്താവും അറിയുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ടൈം ആൾ വെയിറ്റ് ചെയ്തിട്ടും പോലീസുകാരും എത്തിയില്ല. അതുപോലെ തന്നെ ഈ ഒരു കേസിനെ കുറിച്ചിട്ടുള്ള യാതൊരുവിധ ഡെവലപ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയപ്പോൾ അയാൾക്ക് എന്താ പറയുക, ഇങ്ങനെ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, നമുക്ക് കിട്ടാനുള്ള കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ എന്താ പറയുക വലിയ ഇഷ്യൂ ഒന്നുമില്ല, പോലീസൊന്നും പിടിക്കില്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവുകയാണ്. അതിനുശേഷം അയാൾ സ്ഥിരമായിട്ട് ബാറുകളിലോട്ടും ക്ലബ്ബുകളിലോട്ടും ഒക്കെ പോകാനായിട്ട് തുടങ്ങി. അവിടെ വെച്ച് പല സ്ത്രീകളുമായിട്ട് അയാൾ സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ സംസാരിച്ച് ആളുടെ സൗഹൃദത്തിൽ പെടുന്ന സ്ത്രീകളെ ആളുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അവരെ റേപ്പ് ചെയ്യുകയും പിന്നീട് അവരെ കൊലപ്പെടുത്തുകയുമാണ് ആൾ ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് ആ ഒരു ബോഡി അയാൾ 1-2 ദിവസം വെക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ കട്ടയാകുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു ബോഡി പീസാക്കുന്ന സമയത്ത് അധികം എന്താ പറയുക വൃത്തികേടാകണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആൾ ഇത്തരത്തിൽ എന്താ പറയുക ആ ഒരു ബ്ലഡ് തണുക്കാനായിട്ട് വെച്ചിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ഉറക്കാനായിട്ട് വെച്ചിരുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ 1-2 ദിവസം ഇതേപോലെ തന്നെ ബോഡി വെക്കുമ്പോൾ ദുർഗന്ധം ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ നൈബേഴ്സ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 100 മീറ്റർ മാറിയിട്ടായിരുന്നു ആ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയ ആ കുപ്പത്തൊട്ടി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറിയിട്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അയാൾക്ക് അത്തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാലും 2 വർഷത്തിൽ അയാൾ ഇത്ര പെരുത്ത് കൊലപാതകങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് 42 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നമ്പറാണല്ലോ. അത്രത്തോളം കൊലപാതകങ്ങൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം അയാൾ ഏകദേശം ഒരു 2, 3, 4 കൊലപാതകമൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു 3 കൊലപാതകമൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത്രത്തോളമൊക്കെ ചെയ്തിട്ടും പോലീസുകാർ ഇയാൾ ഇപ്പോഴേ പിടികൂടിയുള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇയാളൊരു രക്തദാഹിയാണെന്നും അതുപോലെ തന്നെ ജീവന് തീരെ വില കൊടുക്കാത്ത ഒരു സൈക്കോപാത്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്.
എന്നാൽ പോലീസുകാർ ഇത്തരത്തിലുള്ള ഒരു സീരിയൽ കില്ലറെ പിടികൂടി. അപ്പോൾ പോലീസുകാരെയും ഗവൺമെൻറ്റിനെയും പ്രൈസ് ചെയ്യേണ്ടതിന് പകരം അവിടെയുള്ള ആളുകൾ ഇവരെ കുറ്റപ്പെടുത്തുകയാണ്. അതിൻ്റെ കുറച്ച് റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇയാളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ റിലീസായതിന് ശേഷമാണ് ഒരുപാടധികം ആളുകൾ ഇതേപോലെ തന്നെ ഗവൺമെൻറ്റിനും അതുപോലെ പോലീസിനും എതിരൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസ് ഒന്നും അറിയാത്ത കൊളിൻസ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് വലിയ ഒരു പക്ഷം ആളുകളും പറയുന്നത്. അവർക്ക് സംശയം ഉണ്ടാകാനുള്ള റീസൺസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഷ്യൂ ഒക്കെ ഉണ്ടായതിന് ശേഷം ഒരൊറ്റ ദിവസത്തിൽ അയാളെ പിടികൂടി. അയാൾ അപ്പം തന്നെ അത് കൺഫ്യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നെ അടുത്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 അല്ല 42 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു നമ്പർ കൂടെ വന്നു. അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് നടന്നപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിക്കുകയാണ്, ഞങ്ങളിതൊക്കെ വിശ്വസിക്കണോ എന്നുള്ളത്. ആളുകൾക്ക് ആകെപ്പാടെ ദേഷ്യം വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് അവർ ഗവൺമെൻറ്റിനും പോലീസിനെതിരൊക്കെ സംസാരിക്കുകയാണ്. ഈ ഒരു കേസ് എന്താ പറയുക, എന്തൊക്കെയോ ശരിയല്ല, സംതിങ് ഫിഷി, അതായത് ദിസ് ഈസ് നോട്ട് വർക്കിംഗ് ഇൻ ദ റൈറ്റ് വേ, അത്തരത്തിലായിരുന്നു ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഇതൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ജൂലൈ 17-ാം തീയതി കൊളിൻസിൻ്റെ വക്കീലും ഈ ഒരു കേസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ അടുത്ത് പറയുന്നത്. അതായത് തൻ്റെ എന്താ പറയുക, ക്ലയൻറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും അതുപോലെ തന്നെ പോലീസുകാർ തല്ലി ചതച്ചപ്പോൾ ജീവനിലുള്ള കൊതി കൊണ്ട് അയാളിത് സമ്മതിച്ചതാണ്, ഓക്കെ ഞാനാണിത് ചെയ്തതെന്ന് സമ്മതിച്ചതാണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു കൊളിൻസിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത്. പിന്നെ കൊളിൻസിൻ്റെ ഒരു വൈഫ് ഉണ്ടായിരുന്നു, ആ വൈഫിന് ഇയാളാണ് കൊന്നത് അങ്ങനെയുള്ളൊരു സ്റ്റോറി പറയുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മയെ മീഡിയക്കാരെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ വേറൊരു സ്റ്റോറിയാണ് അവിടെ നിന്ന് കേട്ടത്. ആ കഥ തുടങ്ങുന്നത് 2021-ലാണ് കേട്ടോ. അന്നത്തെ ദിവസവും ആ പെൺകുട്ടി ഇതേപോലെ തന്നെ സ്കൂളിലോട്ട് പോയി, എന്നാൽ തിരിച്ചു വന്നില്ല, മിസ്സിങ് ആയിരുന്നു. അതിനുശേഷം ആ ഫാമിലി മെമ്പേഴ്സ് കുറേ അന്വേഷിച്ചു, എന്നാൽ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ ആ ഒരു ടൈമിൽ അവർ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ മകൾ ആക്റ്റീവ് ആയിരിക്കുന്നത് കാണുകയാണ്. അതുകൊണ്ട് തന്നെ മകൾ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ അവർ വലിയ കാര്യമായിട്ട് പോലീസിലോട്ടൊന്നും തന്നെ പോയില്ല എന്നാണ് പറയുന്നത്. പിന്നെ കൊളിൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ അവരിതിന് മുൻപ് കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി കൊളിൻസിൻ്റെ കല്യാണം തന്നെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ പോലും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. അതായത് പുറത്തു വന്ന ഇൻഫർമേഷൻസ് ഇത്രയൊക്കെയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കോടതി 30 ദിവസത്തേക്ക് ഈ ഒരു കൊളിൻസിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കുപ്പത്തൊട്ടിയിൽ സെർച്ചും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേഷനും വേറൊരു രീതിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കൊളിൻസിൻ്റെ ഈ ഒരു കേസിൽ ഇത്രത്തോളം അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നൈറോബിയിൽ ഏകദേശം 42ഓളം പേരെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വളരെ വലിയ രീതിയിൽ വാർത്തകളും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഈ ഒരു ന്യൂസ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കൊളിൻസ് എന്ന് പറയുന്ന ആൾ ഇത്തരത്തിലുള്ളൊന്നും ചെയ്തിട്ടില്ല, അയാളൊരു നിരപരാധിയാണ്, ജസ്റ്റ് അയാളെ എന്താ പറയുക ഫ്രെയിം ചെയ്താണ് എന്നുള്ളൊരു രീതിയിൽ, അല്ലാണ്ടെങ്കിൽ ഇയാൾ തന്നെ ആയിരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്താണ് നിങ്ങളുടെ തോട്ട്സ്? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഒരാളുടെ ലുക്കും കാര്യങ്ങളൊന്നും വെച്ച് കഴിഞ്ഞിട്ട് അയാളിങ്ങനെ ചെയ്യൂല എന്നുള്ളതൊന്നും തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിനു മുൻപും നമ്മൾ ഒരുപാടധികം സീരിയൽ കില്ലേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതായത് വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോസും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്ന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്കിൽ നമുക്ക് ഇവരെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് നിങ്ങൾ കരുതുന്നതെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.